പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ സൂപ്പർ താരമായ റാൻഡി ഓർട്ടൺ തിരികെ വന്ന ഒരു അപ്ഡേറ്റിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ കെവിൻ ഓവൻസും സോളോ സിക്കോവയും തമ്മിലുള്ള 1-on-1 മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് സ്ട്രീറ്റ് പ്രോഫിറ്റും ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലെ ടോങ്ക ലോവ തുടങ്ങിയവർ ബാക്ക് സ്റ്റേജിൽ ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഈ സിംഗിൾസ് മത്സരത്തിൽ നിന്ന് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ റിംഗ് സൈഡിൽ ബാൻ ചെയ്യുന്ന നിക് ഓൾഡിസിൻ്റെ ചെറിയൊരു ഭാഗവും നമുക്ക് കാണാൻ സാധിച്ചു. ഈ മത്സരം തുടങ്ങുന്നതിന് മുൻപ് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ സോളോ സിക്കോവ ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ പോൾ ഹേമനെ ആക്രമിക്കുമെന്നുള്ള വലിയൊരു വെല്ലുവിളി പോൾ ഹേമന് നേരെ സോളോ സിക്കോവ പ്രയോഗിക്കുന്നുണ്ട്. അതിനുശേഷം നടന്ന ഈ ഒരു സിംഗിൾസ് മത്സരം അതിഗംഭീരമായിട്ടുള്ള മത്സരമായിരുന്നു. റിംഗ് ബെൽ ചെയ്യുന്നത് മുതൽ അവസാനം വരെ വളരെ ത്രില്ലിംഗ് ഉള്ള ഒരു മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിംഗിൾസ് മത്സരം തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കെവിൻ ഓവൻസ് സോളോ സിക്കോവയ്ക്കെതിരെ ഒരു സ്റ്റണ്ണർ ചെയ്യുന്നു. എന്നാൽ സോളോ സിക്കോവയുടെ കാല് പോൾ ഹേമൻ ആ റോപ്പിലേക്ക് എടുത്തു വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ റഫറി അത് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വിജയം കെവിൻ ഓവൻസിന് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. ഇതിൽ ക്ഷുഭിതനായിക്കൊണ്ട് കെവിൻ ഓവൻസ് പോൾ ഹേമിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. പോൾ ഹേമിൻ്റെ അടുത്തേക്ക് നീങ്ങി ആ വ്യക്തിയെ പിടിച്ച് കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ഒരു മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയത്ത് സോളോ സിക്കോവ സമോവൻ സ്പൈക്ക് ഉപയോഗിച്ചുകൊണ്ട് കെയോയെ ആക്രമിക്കുന്നു. പിന്നീട് റിംഗിലേക്ക് ഇട്ട് അടുത്തൊരു സമോവൻ സ്പൈക്കും ഉപയോഗിച്ചുകൊണ്ട് കെവിൻ ഓവൻസിനെ ആക്രമിക്കുന്നു. പിന്നീട് ഈ അവസരം മുതലെടുത്ത് സോളോ സിക്കോവ പിൻഫോളിലൂടെ മത്സരം വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ സോളോ വിജയിച്ച ഉടനെ തന്നെ ബ്ലഡ് ലൈനിലെ മറ്റ് രണ്ട് മെമ്പേഴ്സ് ടോങ്ക ലോവയും റിംഗിലേക്ക് കയറി വരുന്നു. കെവിൻ ഓവൻസിനെ ആക്രമിക്കുന്നു. അവർ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡ് പോലെ കെവിൻ ഓവൻസിനെ പിന്നെയും ട്രിപ്പിൾ പവർ ബോംബ് കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് റാൻഡി ഓർട്ടൻ്റെ ഒരു മാസ് റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചത്. റാൻഡി ഓർട്ടൺ വന്ന് ആദ്യം രണ്ട് മെമ്പേഴ്സിനെ ആക്രമിക്കുന്നു. പിന്നീട് സോളോയെ ആക്രമിക്കുന്നു. പിന്നീട് സോളോയെ റിംഗിലേക്ക് ഇട്ടുകൊണ്ട് ആർക്കിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ടോങ്ക ലോവ വന്നിട്ട് റാൻഡി ഓർട്ടനെ ഇങ്ങനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ടോങ്ക ലോവക്കാണ് ആർക്കിയെ കൊടുക്കാൻ റാൻഡിക്ക് സാധിക്കുന്നത്. പിന്നീട് പെട്ടെന്ന് തന്നെ സോളോ സിക്കോവ ആ ഒരു റിംഗ് വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കെവിൻ ഓവൻസിനെ സേവ് ചെയ്യാൻ വേണ്ടി റാൻഡി ഓർട്ടൻ്റെ ഒരു മാസ് റിട്ടേൺ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലുപരി കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷമുള്ള റാൻഡി ഓർട്ടൻ്റെ ആദ്യ അപ്പിയറൻസ് ആണെന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. റാൻഡി ഓർട്ടൺ ബ്ലഡ് ലൈനെതിരെയുള്ള സ്റ്റോറിയിൽ നിന്ന് യാതൊരുവിധ വ്യത്യാസവും വരുത്തിയിട്ടില്ല എന്നുള്ളതും തൻ്റെ മുഖ്യ ശത്രു അത് ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും എന്നുള്ളതും റാൻഡി ഓർട്ടൺ ഒരിക്കൽ കൂടി തറപ്പിച്ച് പറയുന്നു. ഇനി എന്തായിരിക്കും ഇവരുടെ ഈ ഒരു സ്റ്റോറിയുടെ ഫ്യൂച്ചർ എന്നുള്ളത് ഇനി വരുന്ന സ്മാക്ഡൗണിലാണ് നമുക്ക് തന്നെ അറിയേണ്ട ഒരു കാര്യം. എന്തായാലും റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവ് പഴയ പോലെ റെസ്ലിംഗ് ആരാധകർക്ക് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിൽ ഒന്നുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു പോയിന്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.